ട്രക്കിങ്ങിന് വേണ്ടി പോയ ശരണ്യ എന്ന പെൺകുട്ടിയെ കാണാതായതെ തുടർന്ന് ഒരുപാട് വാർത്തകളാണ് സമൂഹമാധ്യമങ്ങൾ ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത്. മലയിൽ 4 ദിവസം ഒറ്റപ്പെട്ടു പോയ നാദാപുരം സ്വദേശിയായ ശരണ്യ പിന്നീട് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ പലരെയും അമ്പരപ്പെടുത്തി. കാടിന്റെ ഭീകരത നേരിട്ടറിഞ്ഞ ഒരാൾക്കും ശരണ്യയുടെ വാക്കുകൾ വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസൻ ഖാൻ എന്ന് പറഞ്ഞ വ്യക്തി വെളിപ്പെടുത്തിയിരിക്കുന്നത്. കാട്ടിൽ കുടുങ്ങുന്ന ഒരാൾ എങ്ങനെയെങ്കിലും പുറത്തു കടക്കണമെന്നേ ചിന്തിക്കൂ. പക്ഷേ ശരണ്യ പറഞ്ഞത് അപ്രകാരമൊന്നുമല്ല. കാലുവേദന ആയതിനാൽ തന്നെ അവിടെ വിശ്രമിച്ചു എന്നാണ് ആദ്യം ശരണ്യ പറയുന്നത്. ഇത് സുഖവാസ കേന്ദ്രമല്ല, കൊടും കാടാണ്. രാത്രി കാടിന്റെ ഭീകരത വളരെ വലുതായിരിക്കും. മാത്രമല്ല, 3-ാം ദിവസം പോകാൻ ശ്രമിച്ചപ്പോൾ മഴ പെയ്തുവെന്നും അതിജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥയല്ല ശരണ്യയുടേത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, ശരണ്യയുടെ കയ്യിലാവട്ടെ കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആഹാരം കഴിച്ചിട്ട് 3-4 ദിവസമായെന്നും പറയുന്നു. പക്ഷേ ആ ഒരു ക്ഷീണമോ ഒന്നും തന്നെ ശരണ്യയുടെ മുഖത്തും കാണാനില്ല. ഭക്ഷണമില്ലാതെ 3 ദിവസം കൊടുങ്കാട്ടിൽ കഴിഞ്ഞ ഒരാളുടെ ശാരീരിക അവശതകളോ മാനസിക ആഘാതമോ ശരണ്യയുടെ മുഖത്തില്ലെന്നും ഒരിക്കൽ ഇതേ സംഭവം തനിക്കും ഉണ്ടായിട്ടുണ്ടെന്നും ആ പരിഭ്രാന്തി തനിക്ക് അറിയാമെന്നുമാണ് ഹസൻ ഖാൻ പറയുന്നത്. ഇതിനെക്കുറിച്ച് നേരത്തെ അതേ മലയിൽ സഞ്ചരിച്ച് മറ്റു ചിലർ പറയുന്ന വാക്കുകളും ഏറെ ശ്രദ്ധ നേടുകയാണ്. വെറും 10-12 കിലോമീറ്ററിനുള്ളിൽ ജനവാസ മേഖലയിൽ എത്താൻ സാധിക്കുന്ന ഇത്രയും ചെറിയ ഒരിടത്ത് വഴി കണ്ടെത്താൻ ഇത്രയും ദിവസം വേണ്ടിവന്നത് അമ്പരപ്പിക്കുന്നുവെന്നാണ് മറ്റൊരാൾ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. വന്യമൃഗങ്ങളുള്ള കാട്ടിൽ 4 ദിവസം സുരക്ഷിതയായി കഴിഞ്ഞു എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണെന്നും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ കമന്റുമായി വരുന്നുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.